എല്ലാവർക്കും നമസ്കാരം. അപ്പം നടിയെ ആക്രമിച്ച കേസിൽ മാർട്ടിൻ വന്നു വളരെ വെള്ളരിപ്രാവിൻ്റെ മനസ്സോടെ സത്യങ്ങളെല്ലാം ഇങ്ങനെ വിളിച്ചു പറയുന്നു. എല്ലാ സത്യങ്ങളും വിളിച്ചു പറയുന്നു. അത് ഇപ്പം പാർട്ട് 2 എന്നും പറഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്. ആദ്യത് എല്ലാവരും ഇപ്പം കേട്ട് കാണല്ലോ. അപ്പോൾ പാർട്ട് 2 എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്. ജസ്റ്റ് കെട്ടുകഥകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കെട്ടുകഥ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മളുടെ ഒരു അവസ്ഥയെപ്പറ്റി നമ്മൾ പറയാം. അതായത് കേരളക്കരയിലെ പ്രേക്ഷകർ ഈ നടി ആക്രമിച്ച കേസ് പോലീസ് അന്വേഷിക്കുന്നതിനെക്കാട്ടും കൂടുതൽ ചിന്തിച്ച് CBI വർക്ക് ചെയ്തിരിക്കുന്ന ആൾക്കാരാണ് പ്രേക്ഷകർ. അവരുടെ മുന്നിലേക്കാണ് ഇയാൾ ഈ മണ്ടത്തരം എല്ലാം എഴുന്നള്ളിച്ച് വിടുന്നെങ്കിലും ഒന്ന് ആലോചിക്കേണ്ടായിരുന്നു. കാരണം ഇവരുടെയൊക്കെ സംസാരത്തിൽ ഒരു ചെറിയ അങ്ങോട്ടോ ഇങ്ങോട്ടോ ചലിച്ചാൽ അത് കേരളത്തിലെ പ്രേക്ഷകർക്ക് മനസ്സിലാവും. ഇവൻ മൂന്ന് ഫോൺ ഉപയോഗിക്കുന്നുണ്ട്. ഇവൻ അങ്ങോട്ട് ചെല്ലുന്നു. അനൂപ് ലാല് വിട്ട അനൂപ് പറഞ്ഞായിരുന്നു, അനൂപ് എന്തേലും പറഞ്ഞോന്ന് നടി ചോദിക്കുന്നു. പറഞ്ഞായിരുന്നു എൻ്റെ ഫോൺ നടിക്ക് കൊടുക്കണമെന്ന്, മാഡത്തിന് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞ് ശരിയെന്ന് പറഞ്ഞ് ഫോൺ ഉടനെ നടി മേടിക്കുന്നു. നടി അകത്തോട്ട് പോകുന്നു. നടി ഫോണിൽ സംസാരിക്കുന്നു. പുറത്ത് നിൽക്കുന്ന ഇവൻ നടി അകത്തിരുന്ന് ഇവൻ്റെ ഫോണിൽ സംസാരിക്കുന്ന കണ്ടിട്ടുണ്ടോ? അങ്ങനെ അങ്ങ് പറയുകയാണ്, ഒപ്പിച്ച് പറയാം. അത് എന്തിനാണ് അവിടെ പറയുന്നത് ചോദിച്ചാൽ ഇവൻ്റെ ഫോണിൽ നിന്ന് പൾസർ സുനിയുടെ ഫോണിലോട്ട് ഫോൺ പോയത് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ആ ഭാഗം കവർ ചെയ്യാൻ വേണ്ടി ഇവൻ്റെ ഫോൺ മേടിച്ച് നടിയാണ് സംസാരിച്ചത്. ഇവൻ ഒന്നും അറിഞ്ഞിട്ടില്ല കേട്ടോ. ഒന്നും അറിയാത്ത ജഗദീഷ് ആ സിനിമയെ പറയുന്നത് ഒരു തെറ്റും ചെയ്തിട്ടില്ല കേട്ടോ. അങ്ങനെ ഒരു നല്ല മനുഷ്യൻ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ നടി കാറിൽ കയറുന്നു. ഗ്ലാസ് ഇട്ട് നീ പുറത്ത് നിൽക്കുക, ഞാൻ അകത്തിരുന്ന് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞ്, എന്ന് വെച്ചാൽ ഗൂഢാലോചനയല്ലേ, ദിലീപിനെ തകർക്കാനുള്ള ഗൂഢാലോചനയാണ് നടക്കുന്നത്. രമ്യ നമ്പീശൻ, ലാല്, മഞ്ജു വാര്യര്, ഭാവന എല്ലാവരും കൂടി വളരെ നടത്തുകയാണ് ഗൂഢാലോചന. അപ്പോൾ അകത്ത് കയറിയിരിക്കുന്ന 3 ഫോണും കൈ പിടിച്ചിരുന്ന ചർച്ചയാണ്. ഇവനൊന്നും കേട്ടില്ല കേട്ടോ. പുറത്തു നിന്നുകൊണ്ട് ഇവനൊന്നും കേൾക്കാൻ പറ്റില്ല. അത് കഴിഞ്ഞ് വെളിയിൽ ഇറങ്ങി വരുന്നു. പിന്നെ നടി അകത്തേക്ക് പോകുന്നു. നടി തിരിച്ചു വരുന്നു. 2 ബാഗുമായിട്ട് വരുന്നു. നടിയുടെ കയ്യിൽ ഒരു ബാഗ് റെഡ് കളറുള്ള ബാഗ്, മറ്റേ ബാഗ് ബ്ലാക്ക് കളറുള്ള ബാഗ്. ആദ്യം കാണുന്ന ഡ്രൈവറോട് നടി പറയുകയാണ്, ഇതിൻ്റെ അകത്ത് ഒരു ബാഗ് നിറയെ പണമാണ്, എൻ്റെ 2-3 സുഹൃത്തുക്കൾ വരും, അത്താണിയോ എവിടെയോ വെച്ചാൽ അവിടെ വരും, അപ്പം കൊടുക്കണമെന്ന്. ആദ്യം കാണുന്ന ഒരു ഡ്രൈവറോട് ഇത് നിറയെ പണമാണെന്നൊക്കെ ആരെങ്കിലും പറയുക? അല്ലെ തന്നെ ഒരു പരിചയമില്ലാത്ത അവരെവിടെ നിൽക്കുന്നു, ഇവനെവിടെ നിൽക്കുന്നു, ഇവനോട് ഇത് പറയേണ്ട കാര്യമുണ്ടോ? ഇങ്ങനെ നുണ കൊണ്ട് നോവൽ എഴുതിയിരിക്കുകയാണ്. ആദ്യ പാർട്ട് 1ഉം പാർട്ട് 2ഉം ഒക്കെ ഇവർ പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്ന 24-ലെ മറ്റേ ഹാഷിം ഒരു വീഡിയോ നടിയുടെ ആ രാത്രിയെക്കുറിച്ച് പറയുന്ന വാക്കുകൾ നിങ്ങൾ കേട്ടിട്ടില്ല, പോയി കേൾക്കണം. അതാണ് കേരളത്തിലെ ഓരോ പെൺകുട്ടികളും കേൾക്കേണ്ട ഒരു ഇതാണ്. ആ നടി ആ ടൈമിൽ കാല് പിടിച്ചു ചോദിച്ചു, നിങ്ങൾ പണത്തിന് വേണ്ടിയാണ് ഇത് ചെയ്യുന്നതെങ്കിൽ ഞാൻ എത്ര വേണേലും പണം തരാം, അവർ തരുന്നേ കൂടുതൽ, ആരാണ് കൊട്ടേഷൻ തന്നെ അവർ തരുന്നേ കൂടുതൽ ഞാൻ പണം തരാം, ഇല്ലെങ്കിൽ നിങ്ങൾ എന്നെ ഒറ്റ തൊഴിക്ക് അല്ലെ പുറത്തേക്ക് എറിഞ്ഞോ, എന്നാലും ഇങ്ങനെ ചെയ്യരുത്, പീരിയഡ്സ് ആയിട്ടിരിക്കുകയാണെന്ന് വരെയും പറഞ്ഞു. ഹാഷ്യം പറയുന്നുണ്ട്. അത് നിങ്ങൾ കേൾക്കുക. വാർത്ത ഒരു ആങ്കറോട് നമുക്കൊരു ആരാധന തോന്നുന്ന പോലെ അതൊന്ന് കേൾക്കേണ്ടത് തന്നെയാണ്. അത്രയും കാല് പിടിച്ച് ആ നടി ആ ഒരു രാത്രിയിൽ കരഞ്ഞിട്ടുണ്ട്. ഈ ദുഷ്ടന്മാർ തെണ്ടികൾ ഇതൊന്നും കേട്ടിട്ടില്ല. എന്നിട്ട് ഇപ്പം പറഞ്ഞു വെക്കുന്ന ഇവൻ മാർട്ടിൻ ഇരുന്ന് സംസാരിക്കുമ്പോൾ മുന്നിൽ നിൽക്കുന്ന വ്യക്തി ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ആ പാർട്ട് 1ൽ എങ്ങാണ്ട് ചോദിക്കുന്നുണ്ട്. അത് പാർട്ട് 1ആന്ന് തോന്നുന്നു. അത് ചോദിക്കുന്നുണ്ട്, അപ്പം ആ വീഡിയോയോ എന്ന് ഏത് വീഡിയോ? നഗ്ന വീഡിയോ എടുത്തിട്ടുണ്ടല്ലോ, ഒരു വീഡിയോ എടുത്തിട്ടുണ്ടല്ലോ, മറ്റേ ആ റൂമിൽ പൾസർ സുനിയായിട്ട് അടിച്ചു പൊളിച്ചതെന്നാണ് ആ വീഡിയോക്കാരൻ ചോദിക്കുമ്പം ഇവൻ പറയുന്ന മറുപടി. ഗോവ ഷൂട്ടിങ്ങിന് പോയപ്പം പൾസർ സുനിയായിട്ട് നടിക്ക് ഭയങ്കര സ്നേഹമുണ്ട്, അവരെ കൂടെ റൂമിൽ ചിലവഴിച്ചതാണ് ആ വീഡിയോ എന്ന് പറയുന്നത്. അങ്ങനെയാണ് ഒരു സംശയം കിടക്കുന്നില്ലേ, കൂടെ 3-4 പേരുണ്ടല്ലോ പ്രതികൾ. അപ്പം അവരെങ്ങനെയാണ് ഗോവ റൂമിൽ ഇവർക്കൊപ്പം അവരും ഉണ്ടായിരുന്നു? അതോ ഈ 3-4 പേര് കൂടി റേപ്പ് ചെയ്യുന്നതിനെ സ്നേഹപ്രകടനം എന്നാണോ ഇവർ പറയുന്നത്? എന്താണെന്ന് മനസ്സിലാവുന്നില്ല കേട്ടോ. ഈ പറയുമ്പോൾ വാക്കുകൾ പറഞ്ഞു വരുമ്പം ഒരു ക്ലാരിറ്റി വേണ്ടേ? അതായത് 3-4 പേര് കൂടി റേപ്പ് ചെയ്ത വീഡിയോ ഉണ്ട് യഥാർത്ഥത്തിൽ. ആ വീഡിയോയെ പറ്റി ചോദിക്കുമ്പോൾ പറയുന്നത് അത് ഗോവയെ വെച്ച് നടന്ന കാര്യമാണ്. അവസാനം ചുണ്ടോട് ചുണ്ട് ചേർത്ത് ഉമ്മ കൊടുത്തുന്നവർ എന്തൊക്കെയാണോ വൃത്തിയോട് വിളിച്ച് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇവനെയൊക്കെ ഇവൻ്റെയൊക്കെ മോന്ത ഇങ്ങോട്ട് കിട്ടിയ നിലത്തിട്ട് അങ്ങോട്ട് ഒരയ്ക്കണം. അതാണ് വേണ്ടത്. അതിൽ കൂടുതലൊന്നും ചെയ്ത് ഒരയ്ക്കണം അവനെയൊക്കെ. ഇത്രയും നുണ പറഞ്ഞുകൊണ്ട് ഞാൻ പറയുന്നത് ഇത് ആർക്ക് വേണ്ടി? ശരിക്കും പറഞ്ഞാൽ ഗൂഢാലോചന എന്ന് പറഞ്ഞാൽ ഇപ്പോഴാണ് ഗൂഢാലോചന നടക്കുന്നത് അല്ലേ? ഇപ്പോഴാണ് നമ്മളൊക്കെ അറിയുന്ന ഗൂഢാലോചന നടക്കുന്നത്. കാരണം അതിന് മുന്നേ രഹസ്യമായിട്ടുള്ള ഗൂഢാലോചന. ഇപ്പം ഈ വെളുപ്പിക്കാൻ വന്നിരുന്ന് ഈ കാണിക്കുന്നല്ലേ പുറകെ ഗൂഢാലോചന. ഇത് ശരിക്കും ഗൂഢാലോചനയില്ലേ? മാരാരൊരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് സംസാരിക്കുന്നുണ്ട്. മാരാറുടെ വായിന്ന് വന്ന് ഒരു മണ്ടത്തരവും ഒരു വിഡ്ഢിത്തരവും കിട്ടില്ലേ?
ആ കാറിലെങ്ങാനും പീഡനം നടക്കുമോ? മാരാരങ്ങ് പൊട്ടം കളിച്ചു. ശരിക്കും മാരാരാണ് ഏറ്റവും ബുദ്ധിയുള്ളയാർ. മാരാരുടെ കയ്യിൽ നിന്ന് അങ്ങനെ ഒരു മണ്ടത്തരം വീഴല്ല. അപ്പൊ വീണിട്ടുണ്ടെങ്കിൽ അത് മണ്ടനായതാണ്, മണ്ടൻ ചമഞ്ഞതാണെന്ന് ഞാൻ പറയത്തുള്ളൂ. അപ്പൊ അതേപോലെ അടുത്ത വെളുപ്പീരാണ് ഈ വെളുപ്പീര്. ഈ വെളുപ്പീരിൻ്റെ അകത്ത് എല്ലാ ഭാഗവും കവർ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ CBI അന്വേഷിക്കുന്നതിൽ കൂടുതലാണ് സാധാ പ്രേക്ഷകർ ഈ കേസ് ചിന്തിച്ച് എടുത്തു വെച്ചിരിക്കുന്നത്. അവരുടെ മുന്നിലോട്ടാണ് ഈ ആന മണ്ടത്തരമായിട്ട് ഇവൻ വന്ന് വീഡിയോ ഇട്ടിരിക്കുന്നത്. ഇവന്റെ ഓരോ വാക്കിലും ആൾക്കാർ അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കുക. കമന്റ് ബോക്സ് നോക്കിയാൽ നിങ്ങൾക്കറിയാം, ഇവന്റെ ഓരോ വാക്കിലും ജനം ചോദിക്കുന്നുണ്ട് ഓരോ ചോദ്യങ്ങൾ. ഇവൻ ഈ പിന്നെ ആ ബാഗിൻ്റെ അകത്ത് പണമാണെന്ന് പറയുമോ, നടി പറയുമോ, അങ്ങനെ ഓരോ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അതുപോലെ പിന്നെ അകത്തേക്ക് കയറിപ്പോയ നടി അവിടെ ഫോൺ ചെയ്യാൻ ഇവൻ എങ്ങനെയാ കണ്ടേ, അങ്ങനെ ഓരോ വാക്കിന് ഓരോ തിരിച്ചു ചോദിക്കാൻ പ്രേക്ഷകർക്കറിയാം. ആ പ്രേക്ഷകരുടെ അടുത്തോട്ട് വന്ന് പ്രേക്ഷകരെ മണ്ടം കളിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു വെള്ളപൂശൽ നാടകവും ഗൂഢാലോചനയും, ഇതാണ് ഇപ്പൊ ഗൂഢാലോചന നടക്കുമെന്ന് പറയുന്നത്. ഇനി അടുത്ത പാട്ടൊക്കെ വരുമോ, പാർട്ട് 2 എന്നും പറഞ്ഞു ഇപ്പൊ വന്നിരിക്കുന്നത്. ഇതും ആദ്യമൊക്കെ ഒത്തിരിയും കേട്ടോണ്ട് എനിക്ക് പാർട്ട് 1 ഏതാ പാർട്ട് 2 ഏതാന്നൊന്നും അറിയത്തില്ല. ഒത്തിരി വീഡിയോ ഞാനിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒത്തിരി പേര് അയച്ചു തരുന്നുണ്ട്, തന്നെയും പിന്നെയും കേട്ട് എനിക്ക് തന്നെ തലയ്ക്ക് വട്ടായ പോലെ. അപ്പോൾ ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം.